So hey guys, welcome back to my channel Mallu Marketer. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 30 days അഡ്വാൻസ് ലെവൽ വർക്കിംഗ് പ്ലാൻ ആണ്. ഈ ഒരു വർക്കിംഗ് പ്ലാൻ നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട് ബട്ട് നിങ്ങളുടെ റിസൾട്ട് ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്കെങ്കിലോ നിങ്ങൾ ഈ ഒരു മെത്തേഡ് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് 100% അഷ്യൂർ ചെയ്ത് തരുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ടോപ്പ് എക്സ്പേർട്ട് 3 കോടി രൂപയ്ക്ക് മേളിൽ വരെ ഏർണിങ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവരുടെ ലൈവ് ആയിട്ടുള്ള അവർ കൊടുത്തിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസും അവർ ചെയ്യുന്ന വർക്കിംഗ് മെത്തേഡിൻ്റെയും കംപ്ലീറ്റ് ബ്ലൂപ്രിൻ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരാൻ പോകുന്നത്. സോ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല രീതിയിലുള്ള റിസൾട്ട് എടുക്കാൻ പറ്റും. ആൻഡ് ബിഫോർ സ്റ്റാർട്ടിങ് ദ വീഡിയോ ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഒരിക്കലും നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇൻഡസ്ട്രി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രി നിങ്ങൾ മില്ലിയനർ ട്രാക്കിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്വിക്ക് റിച്ച് സ്കീമല്ല. ഒരുപാട് പേരും ഫെയിൽ ആവുന്നത് ഈ ഒരു ഇഷ്യൂലാണ്. അതായത് ഒരുപാട് പേർക്കും പെട്ടെന്ന് റിസൾട്ട് വേണം. ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് നാളെ തന്നെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടി തുടങ്ങണം. നോർമലി ഒരു ബിസിനസ്സും അങ്ങനെയല്ല വർക്ക് ആവുന്നത്. ബിസിനസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് കുറഞ്ഞ ഒരു ഫീൽഡാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സീരിയസ്ലി, കാരണം എല്ലാവർക്കും അങ്ങ് ഈസി ആയിട്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ എല്ലാവരും പണക്കാരല്ലേ? ആരും പാവപ്പെട്ടവരായിട്ട് തുടരത്തില്ല. എല്ലാവർക്കും സക്സസ്ഫുള്ളി ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവരും പണക്കാരാണ്. സോ എന്തുകൊണ്ടാണ് ബിസിനസ്സിൽ ഒരുപാട് പേരും ഫെയിൽ ആവുന്നത്? കാരണം അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എത്രത്തോളം നമ്മൾ എഫേർട്ട് കൊടുക്കുന്നോ, എത്രത്തോളം പ്രോസസ്സ് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നോ, എത്രത്തോളം നമ്മൾ ആ ഒരു എങ്ങനെയാ പ്രോപ്പറായിട്ട് ആ ഒരു പ്രൊഡക്റ്റോ സർവീസ് നമ്മൾ മാർക്കറ്റ് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കി ചെയ്യുന്നോ അവിടെയാണ് ബിസിനസ്സിന് നമുക്ക് സക്സസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. സോ നമുക്കിപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് തന്നെ ഞാൻ ഒന്നാമത്തെ പറഞ്ഞ പോയിന്റാണ്, നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഒരിക്കലും ക്വിക്ക് റിച്ച് സ്കീം. അതായത് എനിക്ക് പെട്ടെന്ന് പൈസക്കാരനാവണം എന്ന് പറഞ്ഞ് ഈ ഒരു ഇൻഡസ്ട്രി ചൂസ് ചെയ്യരുത്. അങ്ങനെ ഒന്നുമില്ല. നിങ്ങളൊരു ജോബിന് പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ 15 to 17 വർഷം നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിന് മേളിൽ കാശ് മുടക്കുന്നുണ്ട്, അതിൻ്റെ മേളിൽ എഫേർട്ട് മുടക്കുന്നുണ്ട്. എല്ലാം മുടക്കി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ജോബ് എന്ന് പറയുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ, ദാറ്റ് മീൻസ് ഇൻകം, മണിയാണ് ആൾവേസ് അതിൻ്റെ അൾട്ടിമേറ്റ് മോട്ടീവ് എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്നതിൻ്റെ ആണെങ്കിൽ പോലും നമ്മൾ കാശ് മുടക്കി പഠിക്കുന്നത് മണിക്ക് വേണ്ടിയാണ്. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് പൈസക്കാരനാവാൻ വേണ്ടിയാണ്. ദ അൾട്ടിമേറ്റ് എയിം ഈസ് മണി ഓൾവേസ്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം. നമുക്കിപ്പോൾ ഡയറക്റ്റ് സെഷനിലേക്ക് പോകാം. സെഷനകത്ത് ഞാൻ ക്ലിയർലി പറഞ്ഞുതരാം നിങ്ങൾ ചെയ്യേണ്ട പ്രോസസ്സ്, നിങ്ങൾ ബിഗിനിങ് മുതൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട പ്രോസസ്സ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പ്രോസസ്സ് നിങ്ങൾ മിസ്സാക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് വരത്തില്ല. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് മൂവ് ഓൺ ടു ദി സെഷൻ. സോ ഗൈസ്, നോട്ട് വേണ്ടവർക്ക് ഞാൻ നോട്ടെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ട് വേണ്ടവർക്ക് നോട്ട് എഴുതിയെടുക്കാം. വേണ്ടവരെല്ലാം ആവശ്യമുള്ളവർക്ക്, ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നോട്ടെല്ലാം എഴുതിയെടുത്ത് തന്നെ പഠിക്കാം. നമ്മൾ എന്ത് കാര്യം നമ്മുടെ മൈൻഡിൽ വന്നാലും, നമ്മളിപ്പോൾ ഒരു കണ്ടന്റ് ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ആരുടെങ്കിലും സംസാരിച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണെങ്കിലോ നമ്മുടെ മിസ്റ്റേക്ക് ആണെങ്കിലോ എല്ലാം നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമുക്കത് സോർട്ട് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അവിടെ കിട്ടും. ഓക്കെ, സോ ദി അൾട്ടിമേറ്റ് 1 month പ്ലാൻ ഫോർ 100% റിസൾട്ട്. ഈ ഒരു 1 month പ്ലാൻ, 1 monthനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്നല്ല ഒരിക്കലും ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു 1 month കൊണ്ട് ഡ്രമാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ സെയിൽ ക്ലോസിംഗ് സ്കിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും ഈ ഒരു 1 month ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. സോ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രമേ കംപ്ലീറ്റ് കോൺസെപ്റ്റ് മനസ്സിലാകത്തുള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാനും പറ്റത്തുള്ളൂ, യൂസ്ഫുൾ ആവത്തുള്ളൂ. സോ ബിഫോർ സ്റ്റാർട്ടിങ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദീസ് മിസ്റ്റേക്സ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. നമ്മൾ പറഞ്ഞ ആ ഒരു മിസ്റ്റേക്ക്, നമ്മൾ 3 തരത്തിലാണ് ഇവിടെ മിസ്റ്റേക്സ് നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ളത്. ഒന്നാമതായിട്ട് ഇതൊരു ക്വിക്ക് റിച്ച് സ്കീം അല്ല. നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, ഇതൊരു ക്വിക്ക് റിച്ച് സ്കീം അല്ല. നാളെ പൈസക്കാരനാവാന്ന് വിചാരിച്ച് ആരും ഈ ഒരു ഇൻഡസ്ട്രി ചൂസ് ചെയ്യരുത്. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർ മെത്തേഡ് ഫോളോ ചെയ്യാത്തത്. ഓക്കെ, നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് വരത്തില്ല. മറ്റൊരാൾക്ക് റിസൾട്ട് ഉണ്ട്, എനിക്ക് റിസൾട്ട് ഇല്ല. ഞാൻ അയാളെക്കാട്ടി കുറേ പിന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, കുറേ മുമ്പേ ഞാനത് സ്റ്റാർട്ട് ചെയ്തതാണ്, ബട്ട് പുള്ളിക്ക് നല്ല റിസൾട്ട് ഉണ്ട്, എനിക്ക് റിസൾട്ട് വരുന്നില്ല. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു പുള്ളി ചെയ്യുന്ന എന്തോ ഒരു പ്രോസസ്സ് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പുള്ളി ചെയ്യുന്ന എന്തോ ഒരു കാര്യം ഞാൻ ചെയ്യാത്ത എന്തോ ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ അധികമായിട്ട് ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് റിസൾട്ടിൽ എഫക്റ്റ് ചെയ്യുന്നത്, എനിക്ക് റിസൾട്ട് വരാത്തത് അല്ലെങ്കിൽ എൻ്റെ റിസൾട്ട് കൂടാത്തത്. ഈ ഒരു കാര്യം നിങ്ങൾ കണ്ടുപിടിച്ച് സോർട്ട് ഔട്ട് ചെയ്താൽ അവിടെ തീരുന്ന പ്രോബ്ലമേ ഉള്ളൂ ഇത്. ഓക്കെ, സോ അതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ലിസണിങ് ടു അതേഴ്സ്. ഒരിക്കലും നിങ്ങൾ എല്ലായിടത്തു നിന്നും അഡ്വൈസ് എടുത്തോ, ബട്ട് ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയാത്തവരുടെ അഡ്വൈസുകൾ
കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നിൽക്കരുത്. കാരണം എനിക്കറിയാത്തൊരു കാര്യത്തിനെക്കുറിച്ച് എനിക്ക് ഒരിക്കലും നെഗറ്റീവ് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ നെഗറ്റീവ് പറഞ്ഞാൽ അതിൻ്റെ അറിവില്ലായ്മയാണ്. എനിക്കറിയാത്ത എനിക്ക് ഞാൻ ഇപ്പോൾ എഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ മില്ലിയനർ ട്രാക്കിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല, മില്ലിയനർ ട്രാക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇതൊന്നും അറിയാതെ എന്താണ് ഇവിടുത്തെ വർക്കിംഗ് മോഡൽ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാതെ വെറുതെ ഞാൻ കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു സെൻസും ഇല്ല, ഒരു ലോജിക്കും ഇല്ല. സോ അങ്ങനെയുള്ള ആളുകൾ പറയുന്ന അഡ്വൈസ് കേട്ട് ഒരിക്കലും ഡീമോട്ടിവേറ്റ് ആവരുത്. ഡീമോട്ടിവേറ്റ് ആയ നഷ്ടം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഏതൊരാളാണെങ്കിലും ഈ ഒരു ഇൻഡസ്ട്രിയിൽ നല്ല രീതിയിൽ ഏർണിങ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊരാളോട് ചോദിച്ചാലും നിങ്ങൾക്ക് ഇതേ സെയിം എക്സ്പീരിയൻസ് കിട്ടും. നെഗറ്റീവ്സ് എന്ന് പറയുന്നത് കോമൺ ആണ്. അത്ര ഈസി ആയിട്ട് നമുക്ക് ഒന്നും ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റിൽ ഫോക്കസ് ചെയ്യുക. ഒരിക്കലും മില്ലിയനർ ട്രാക്കിൽ നിങ്ങൾ പൈസ ഉണ്ടാക്കുക, എനിക്ക് വെറുതെ പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് മാത്രം മില്ലിയനർ ട്രാക്ക് ചൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രോത്ത് വേണമെങ്കിൽ നിങ്ങൾ സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ആ ഒരു സ്കില്ലിൻ്റെ പേരാണ് സെയിൽസ്. ഏതൊരു പ്രൊഡക്റ്റോ സർവീസോ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, എങ്ങനെ സെല് ചെയ്യാം എന്ന് പഠിച്ചൊരാൾക്ക് എവിടെയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ളൊരു വാല്യൂവും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവും. ഞാൻ സിംപ്ലി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇത് എങ്ങനെയാണെന്നുള്ളത്. ഇതൊരു കരിയർ ആക്കി നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത്. മില്ലിയനർ ട്രാക്കിൽ നിങ്ങൾ സെയിൽസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഒന്ന്, സെയിൽസ് ഫണൽസ് എങ്ങനെ വർക്ക് ആവുന്നു, സോഷ്യൽ മീഡിയ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ കോണ്ടന്റ് വൈറലാക്കാം, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എങ്ങനെ പ്രോപ്പറായിട്ട് ഒരു ബിസിനസ് പ്രസന്റ് ചെയ്യാം. ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മതി ഒരു പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഏതൊരു കമ്പനിയിലാണെങ്കിലും ഈ ലോകത്ത് പ്രൊഡക്റ്റ് ഓർ സർവീസ് ഒരിക്കലും നിൽക്കത്തില്ല. പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ലോഞ്ച് ആയിക്കൊണ്ടിരിക്കും, കമ്പനികൾ ഇങ്ങനെ ലോഞ്ച് ആക്കിക്കൊണ്ടിരിക്കും. ഈ ഒരു പ്രൊഡക്റ്റോ സർവീസ് സെല്ലാക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം. ഈ ഒരു പ്രൊഡക്റ്റോ സർവീസ് സെല്ലാക്കാൻ ആ ഒരു കമ്പനിക്ക് വേണ്ടത് നല്ല രീതിയിൽ സെല്ലിംഗ് അറിയാവുന്നവരെയാണ്. സോ ഹൈ ഡിമാൻഡിങ് സ്കില്ലാണ് സെയിൽസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഹൈ ഡിമാൻഡിങ് സ്കില്ല് പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ മില്ലിയനർ ട്രാക്ക് ചൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു പെട്ടെന്നുള്ള ഒരു മണി മേക്കിംഗ് സോഴ്സ് ആയിട്ട് മാത്രം മില്ലിയനർ ട്രാക്കിനെ ഒരിക്കലും കാണാതിരിക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് ഡയറക്റ്റ് സെഷനിലേക്ക് പോകാം. എന്തൊക്കെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ ഒരു 1 month പ്ലാനിനകത്ത് നിങ്ങൾ എന്തൊക്കെയാണ് പ്രോപ്പർലി ഫോളോ ചെയ്യേണ്ടത്, എങ്ങനെ എനിക്ക് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ക്ലിയർലി പറഞ്ഞുതരാം. നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ലേൺ എവറിത്തിങ് അബൌട്ട് വാട്ട് യു ഡു ബിഫോർ യു സ്റ്റാർട്ട്. അതായത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് യു ഷുഡ് ഹാവ് ടു ലേൺ. ഓക്കെ, നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സോ മാർക്കറ്റിംഗ് ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, നാളെ കൊണ്ടുപോയി സെല് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കസ്റ്റമർ റിജക്റ്റ് ചെയ്യും. കസ്റ്റമറിന് വേണ്ടത് വാല്യൂ ആണ്. വെൻ വി ഗീവ് സം വാല്യൂ വി വിൽ ഗെറ്റ് ദ റിട്ടേൺസ് ആസ് മണി. ഓക്കെ, അതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സെയിൽസ്മാൻ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ചെയ്യുന്ന എന്തുവാ, നമ്മൾ പേ ചെയ്യുന്ന എന്തിനാ, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ, ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയാണ്. ആ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മില്ലിയനർ ട്രാക്കിനെ കുറിച്ച് പഠിക്കുക, നിങ്ങളുടെ കമ്പനിയെ കുറിച്ച് നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കുക, അതുപോലെ എന്താണ് ഇതിൻ്റെ ഗ്രോത്ത് എന്നുള്ള കാര്യം പഠിക്കുക, എങ്ങനെ ഈ ഒരു ബിസിനസ് മോഡൽ വർക്ക് ആവുന്നു എന്നുള്ളത് പഠിക്കുക. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം ഡീറ്റെയിൽസും നിങ്ങൾ പഠിച്ചെടുക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യം പഠിച്ചിട്ട് അതിനുശേഷം സ്റ്റെപ്പ് 2 നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ് പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ. പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ ചെയ്യാതെ നിങ്ങൾക്ക് കസ്റ്റമറിൻ്റെ ഇടയിൽ ട്രസ്റ്റ് ബിൽഡാക്കാൻ സാധിക്കത്തില്ല. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ക്ലോത്തിങ് സ്റ്റോർ, നമ്മളിപ്പോൾ ഒരു ഓഫ്ലൈൻ സ്റ്റോറിനായിട്ട് കമ്പയർ ചെയ്യുവാണ്. നിങ്ങളൊരു ക്ലോത്തിങ് സ്റ്റോർ ഓൺ ചെയ്യുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക. ഈ ഒരു ക്ലോത്തിങ് സ്റ്റോറിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ ഷർട്ട്, പാൻറ്, ഷൂസ്, വാച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്താണോ ഇടുന്നത് ഒരു ഷോപ്പിനകത്ത്? അല്ലല്ലോ. ഷർട്ടിനൊരു സ്ഥാനം, പാൻറ്റിനൊരു സ്ഥാനം, ഷൂസിനൊരു സ്ഥാനം, വാച്ചിനൊരു സ്ഥാനം. ഇങ്ങനെയാണ് അവിടെ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ എയിം എന്താ? കസ്റ്റമർ അട്രാക്റ്റീവ് ആവുക, കസ്റ്റമറിന് നീറ്റ്നെസ് ഫീൽ ചെയ്യുക, നല്ല രീതിയിൽ ഷോപ്പ് കസ്റ്റമർ നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്യുക. ഇതാണ് ആ ഒരു കടക്കാരൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അല്ലേ? അതുപോലെ തന്നെയാണ് പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷനും. നമ്മൾ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ, നമ്മൾ ബിൽഡ് ചെയ്യുന്നൊരു ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് അട്രാക്റ്റീവ് ആണെങ്കിൽ മാത്രമേ ഒരു കസ്റ്റമറിന് ട്രസ്റ്റ് ബിൽഡ് ആവത്തുള്ളൂ. സോ അതെന്ന് പറയുന്നത് ഒരു മേജർ സ്റ്റെപ്പാണ്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, നാളെ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി കുറേ പ്രൂഫുകൾ ചെറപറ വാരി ഇടുന്നു. അവിടെ ആ ഒരു പ്രൂഫുകളെല്ലാം വാരിയിട്ടതിന് ശേഷം ഞാൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്തു, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. യു ഷുഡ് ഹാവ് ടു ഗീവ് സം ടൈം. ഓക്കെ, ഫോർ ബിൽഡിംഗ് എ ബിസിനസ് യു ഷുഡ് ഹാവ് ടു ഗീവ് സം ടൈം. അതൊരു സയൻസ് ആണ്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പ്യുവർ ലോജിക്. ഓക്കെ,
സോ ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുക. പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ കറക്റ്റായിട്ട് ചെയ്യുക, പ്രൂഫുകളും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് ആഡ് ചെയ്യുക. പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അതിൽ നോക്കി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ എന്താണെന്നുള്ളത്. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പാണ് പ്രസൻറ്റേഷൻ ഡെവലപ്മെൻറ്റും ഒബ്ജക്ഷൻ ഹാൻഡിലിംഗ് ഡെവലപ്മെൻറ്റും. ഈ പ്രസൻറ്റേഷൻ ഡെവലപ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നതാണ് DM സ്ട്രാറ്റജി. ഇനി DM സ്ട്രാറ്റജി അറിയാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത്, DM സ്ട്രാറ്റജി എന്ന് പറഞ്ഞ്. സോ DM സ്ട്രാറ്റജി കാണുക. കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ DM സ്ട്രാറ്റജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആ ഒരു DM സ്ട്രാറ്റജി വെച്ച് ഡെവലപ്പ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ വെച്ചാണ് നിങ്ങളുടെ പ്രസൻറ്റേഷൻ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ തിങ്ക് ചെയ്യുക, ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ദിവസം സംസാരിക്കും പോലെ അല്ല ആഫ്റ്റർ 1.5 ഇയേഴ്സ് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുന്നത്. ദാറ്റ് മീൻസ് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് എനിക്കിപ്പോൾ റിസൾട്ട് ഉള്ളത്, എൻ്റെ കമ്മ്യൂണിക്കേഷനിൽ നല്ല രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെൻ്റ് ഉള്ളത്. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ മിണ്ടാതിരുന്നാൽ വർക്കാവുന്ന ഒരു സാധനമല്ല, അല്ലെങ്കിൽ നമുക്ക് വായിച്ച് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. പ്രാക്ടിക്കലി നമ്മൾ ചെയ്ത് പഠിക്കുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കുക. അതിൻ്റെ കൂടെയാണ് ഒബ്ജക്ഷൻ ഹാൻഡിലിംഗ്. നമുക്കൊരു പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ മാർക്കറ്റിൽ ഇറക്കുവാണെങ്കിൽ ഒരുപാട് ഒബ്ജക്ഷൻസ് വരും. ഇത് നമ്മൾ എന്നാണോ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്, ഈ ഒരു ഒബ്ജക്ഷൻസ് നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ആ ഒരു അതിനകത്ത് ഇപ്പോൾ ഒരു നെഗറ്റീവ്, ഇപ്പോൾ മില്ലിയൻ ട്രാക്കിനെ കുറിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, അതൊരു ഒബ്ജക്ഷനാണ്. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ടൈം ഇല്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് എന്താ നോർമലി എന്താ ഒരുപാട് ദാറ്റ് മീൻസ് എനിക്ക് ഡെയിലി ഒരു അരമണിക്കൂറൊക്കെ കിട്ടത്തുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദാറ്റ് മീൻസ് അങ്ങനെ പലതരത്തിലുള്ള ഒബ്ജക്ഷൻസ് നിങ്ങൾക്ക് വരാം. ഈ ഒരു ഒബ്ജക്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക, എങ്ങനെ ആ ഒരു ഒബ്ജക്ഷനെ ടാക്കിൾ ചെയ്യാം എന്ന് പഠിക്കുമ്പോഴാണ് നിങ്ങൾ ഒബ്ജക്ഷൻ ഹാൻഡിലിംഗിൽ ക്ലിയർ ആവുന്നത്. സോ അതൊരു മെയിൻ പാർട്ടാണ്. നമ്മുടെ പ്രൊഡക്റ്റിൽ വരുന്ന ഒബ്ജക്ഷൻ എങ്ങനെ കസ്റ്റമറിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഒബ്ജക്റ്റ് ചെയ്യാം, ആ ഒരു സെയിൽ എങ്ങനെ ക്ലോസ് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് മൂന്നാമതായിട്ടുള്ള സ്റ്റെപ്പ്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. ഈ ഓരോ സ്റ്റെപ്പും ഫോളോ ചെയ്തിരിക്കണം. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് ഡയറക്റ്റ് അഞ്ചാമത്തെ സ്റ്റെപ്പിലോ ആറാമത്തെ സ്റ്റെപ്പിലും പോകരുത്, നിങ്ങൾക്ക് റിസൾട്ട് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇനി നാലാമത്തെ സ്റ്റെപ്പ്, ഡോണ്ട് റൺ ബിഹൈൻഡ് കസ്റ്റമേഴ്സ്. ഒരുപാട് പേരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, കസ്റ്റമറിനെ പിന്നാലെ അങ്ങ് പോവുകയാണ്. കസ്റ്റമർ ദാറ്റ് മീൻസ് എന്താ ബ്രോ എൻ്റെ നിന്ന് പർച്ചേസ് ചെയ്യും ബ്രോ, ഇത് പർച്ചേസ് ചെയ്യുന്നില്ലേ, അപ്പോൾ കസ്റ്റമർ പറയുകയാണ് ഞാൻ നാളെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നാളെ പോയി അവർക്ക് മെസ്സേജ് ഇടുവാണ്, ബ്രോ പർച്ചേസ് ചെയ്യുന്നില്ലേ, പർച്ചേസ് ചെയ്യൂ ബ്രോ നല്ലതാണ് എന്നൊരിക്കലും പറയാൻ പാടില്ല. നമ്മൾ കസ്റ്റമറിനെ പിന്നാലെ പോവുകയാണെന്നുണ്ടെങ്കിൽ വി ആർ നോട്ട് ആക്ച്വലി ഡൂയിങ് പ്രീമിയം സെല്ലിംഗ്, വി ആർ ജസ്റ്റ് ഡൂയിങ് മാർക്കറ്റ് സെല്ലിംഗ്, സ്ട്രീറ്റ് സെല്ലിംഗ്. ഓക്കെ, സ്ട്രീറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, റോഡിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരൂ അതായത് പന അങ്ങനെ പറഞ്ഞ് നടത്തുന്ന സെല്ലും ബ്രാൻഡിങ് ചെയ്ത് നടത്തുന്ന സെല്ലും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. മാഗ്നറ്റിക് മാർക്കറ്റിംഗ് എന്ന് പഠിക്കുന്നോ അന്ന് മാത്രമേ പ്രീമിയം സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കത്തുള്ളൂ. സോ വാട്ട് ഈസ് മാഗ്നറ്റിക് മാർക്കറ്റിംഗ് ആക്ച്വലി? ഓക്കെ, മാഗ്നറ്റിക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യേണ്ട, കസ്റ്റമർ വരുന്നു, നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പർ ഫോളോ അപ്പ് ചെയ്യുക, കസ്റ്റമറിന് അവർക്ക് വേണ്ട ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക, പ്രോപ്പറായിട്ട് അവർക്ക് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആ ഒരു കസ്റ്റമറുമായിട്ട് കീപ്പ് ചെയ്യുക. ഒരിക്കലും ബൈയിങ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കൺസേണേ അവിടെ വെക്കേണ്ട ആവശ്യമില്ല. അവർ വാങ്ങുന്നില്ലെങ്കിൽ വാങ്ങണ്ട, ബട്ട് വി ഹാവ് ടു കീപ് എ ഹെൽത്തി റിലേഷൻ. ഓക്കെ, നമ്മൾ അവിടെ ഒരു ഹെൽത്തി റിലേഷൻ നമ്മളവിടെ കീപ്പ് ചെയ്യണം കസ്റ്റമറുമായിട്ട്. അങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് കൂടുതൽ ട്രസ്റ്റ് ബിൽഡ് ആവും. ആ ഒരു ട്രസ്റ്റാണ് നമ്മുടെ ആ ഒരു സെയിൽ കൊണ്ട് ക്ലോസ് ആക്കുന്നത്. അത് അവർ പർച്ചേസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കൺസേൺ വെട്ടിയിട്ട് നെറ്റ്വർക്കിങ്ങിൽ ഫോക്കസ് ചെയ്യുക. അതായത് എത്രത്തോളം കോൺടാക്ട്സ് എടുക്കാൻ പറ്റുമോ, എത്രത്തോളം കോൺടാക്ട്സ് നിങ്ങളുടെ വാട്സാപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം കോൺടാക്ട്സ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കണം, അത്രത്തോളം വാട്സാപ്പ് സ്റ്റാറ്റസ് വ്യൂസ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കണം. സോ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 100 പേരാണ് നിങ്ങളുടെ കോൺടാക്റ്റിലേക്ക് വരുന്നതെങ്കിൽ ആസ് എ ബിഗിനർ നിങ്ങളുടെ ഒരു സെയിൽ ക്ലോസിംഗ് റേഷ്യോ, കൺവേർഷൻ റേഷ്യോ എന്ന് പറയുന്നത് 5% ആയിരിക്കും. ദാറ്റ് മീൻസ് 100 മെമ്പേഴ്സിൽ 5 സെയിലായിരിക്കും നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു സെയിൽ ക്ലോസിംഗ് റേഷ്യോ കൂടി വരും. എപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആവും തോറും കൂടി വരും. സോ 5 സെയിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ടാർഗറ്റ് 5 സെയിലാണെങ്കിൽ 100 കസ്റ്റമേഴ്സ്, 100 ലീഡ്സ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കണം. സോ അതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, 100 ലീഡ്സിനെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഓക്കെ, സോ 1000 ലീഡ്സ് വരുമ്പോൾ 50 സെയിൽസ് ക്ലോസ് ആവും, 2000 ലീഡ്സ് വരുമ്പോൾ 100 സെയിൽസ് ക്ലോസ് ആവും. ഇങ്ങനെ വേണം കോൺടാക്ട്സ് ഗ്രാബ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ ക്വാളിറ്റി ലീഡ്സ് എന്ന് പറയുന്നത് വളരെയധികം ഫെമിലിയർ അല്ല. ഓക്കെ, വളരെയധികം ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ക്വാളിറ്റി ലീഡ്സിനെ കിട്ടത്തുള്ളൂ. സോ അങ്ങനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഇത് നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഒരാൾ വരുമ്പോൾ അയാളെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇയാളിപ്പോൾ ക്ലോസ് ആകും, എനിക്കിപ്പോൾ പൈസ കിട്ടും, ഇങ്ങനെ ഒരിക്കലും ഫോക്കസ് ചെയ്യാൻ പാടില്ല. നെറ്റ്വർക്ക് എന്ന് പറയുന്നതാണ് നെറ്റ്വർത്ത്. ഓക്കെ, സോറി, അതായത് നെറ്റ്വർക്ക് ഈസ് ഈക്വൽ ടു നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ അടുത്ത് നെറ്റ്വർക്ക് ഉണ്ടോ അതനുസരിച്ചാണ് നിങ്ങളുടെ നെറ്റ്വർത്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഈ ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആൻഡ്
നെക്സ്റ്റ് സ്റ്റെപ്പ് 5 നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗിവ് ടൈം ആൻഡ് ബി കൺസിസ്റ്റൻറ്റ്. അതായത് നിങ്ങൾ എൻ്റെ പ്രൊഫൈലോ അല്ലെങ്കിൽ റിസൾട്ട് ഉള്ള ആരുടെ പ്രൊഫൈലോ എടുത്ത് നോക്ക്. ദ ഡേ അവർ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഡേ അന്ന് മുതൽ ഇന്ന് വരെയും അവർ ആ ഒരു റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈലിൽ അവർ ടൈം കൊടുത്തിട്ടുണ്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ ഇമ്പ്രൂവ്മെൻറ്റിന്, അവരുടെ കമ്മ്യൂണിക്കേഷൻ, പ്രസൻറ്റേഷൻ എല്ലാം ഇമ്പ്രൂവ്മെൻറ്റിലും ഫോക്കസ് ചെയ്തിട്ടുണ്ട്. സോ ഓൾസോ യു ഷുഡ് ഹാവ് ടു ഗിവ് യുവർ ടൈം. ഓക്കെ, നിങ്ങളുടെ ടൈം കൊടുക്കണം, നിങ്ങളുടെ എഫേർട്സ് കൊടുക്കണം, എല്ലാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജിമ്മിൽ പോകുന്നവർക്ക് അറിയാമല്ലോ, ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് മേ ബി ഒരാഴ്ച കൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതല്ല, ഒരിക്കലും ഒരു മാസം കൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതല്ല, വർഷങ്ങളെടുത്ത് ബിൽഡ് ചെയ്യുന്നതാണ് ഈ ഒരു ബോഡി ബിൽഡിംഗ്. മേ ബി 1 ഇയർ കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാം, ഒബ്വിയസ്ലി 6 months കൊണ്ട് ചിലപ്പോൾ കിട്ടാം. ബട്ട് ഒരിക്കലും ഒരു ക്വിക്ക് സക്സസ് നിങ്ങൾ അവിടെ പ്രതീക്ഷിക്കാൻ പാടില്ല ഈ ഒരു ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ ഫീൽഡിലും അതനുസരിച്ചുള്ളൊരു ടൈം നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ എഡ്യൂക്കേഷനിൽ കൊടുക്കുന്ന പോലെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പേഷ്യൻസും ടൈമും നിങ്ങൾ കൊടുത്തിരിക്കണം. ഈ ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ആൻഡ് ആൾസോ ഇതിനകത്ത് നിങ്ങൾ നെക്സ്റ്റ് ആയിട്ട് സ്റ്റെപ്പ് നോക്കേണ്ടതാണ് വർക്ക് ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ്, നോട്ട് സെയിൽ ഇൻക്രീസിങ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. സ്കിൽസിന് മേളിൽ വർക്ക് ചെയ്യുക, സെല്ലിംഗ് കൂട്ടാൻ വേണ്ടി വർക്ക് ചെയ്യേണ്ട, നിങ്ങളുടെ പ്രസൻറ്റേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്ത് നോക്ക്. കാരണം ലീഡ്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് എത്ര വേണോ, മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രിയാണ് ഇന്ത്യ. ഈ ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിങ്ങൾക്ക് ലീഡ്സിന് ഒരു തരത്തിലുള്ള ക്ഷാമവും. സോ നിങ്ങൾ എത്രത്തോളം ഇമ്പ്രൂവ് ആവുന്നോ അതനുസരിച്ച് നിങ്ങൾക്ക് ലോങ് ടേം നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ആൻഡ് വെൻ നമ്മളൊരു ഇൻകം ക്രിയേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് രീതിയിലുള്ള അതർ ഇൻകം സോഴ്സ് നമുക്ക് അൺലോക്ക് ആയി കിട്ടും. ഓക്കെ, കറന്റ് ഞാനിപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പോലും ഒരു 4 സോഴ്സ് ഓഫ് ഇൻകം ഞാൻ കറന്റ് ഇപ്പോൾ തന്നെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് എല്ലാം ഞാൻ ഒബ്വിയസ്ലി ഓൾ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് മില്യൺ ട്രാക്കിനാണ്. കാരണം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നില്ലായിരുന്നുണ്ടെങ്കിൽ എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ഡെവലപ്പ് ആകത്തില്ല. ഞാൻ ആരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ബിസിനസ് ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജോബിന് പോയാൽ പോലും എനിക്ക് എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, എൻ്റെ പ്രസൻറ്റേഷൻ ഇത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, എൻ്റെ മാർക്കറ്റിംഗ് സ്കില്ല്, സെല്ലിംഗ് സ്കില്ല് എല്ലാം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, മില്യണർ ട്രാക്ക്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നും വിടാതെ വേറൊരു ഓഫേഴ്സ് വന്നിട്ടും ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് സ്റ്റെപ്പ് 7 നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇന്ററാക്ട് വിത്ത് മെനി ബട്ട് ക്ലോസ് ഓൺലി ക്വാളിറ്റി പീപ്പിൾസ്. സിംപ്ലി ഉള്ളൊരു സ്റ്റെപ്പാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. 100 പേര് വരുന്നുണ്ടെങ്കിൽ 100 പേരുമായിട്ട് സംസാരിക്കുക. പക്ഷേ ഈ 100 പേരെ നിങ്ങൾ ക്ലോസ് ചെയ്യരുത് ഒരിക്കലും. കാരണം ഇതിനകത്ത് ക്വാളിറ്റി ഫിൽറ്ററിംഗ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എത്രത്തോളം നിങ്ങളുടെ ടീം ബെസ്റ്റ് ആവുന്നോ അതനുസരിച്ച് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും, നിങ്ങൾക്ക് സ്ട്രെസ് കുറയും. നിങ്ങൾ കുറേ ലോ ക്വാളിറ്റി പീപ്പിൾസിനെ പിടിച്ച് ആഡ് ചെയ്തിട്ടിട്ട് ഒരു കാര്യമില്ല. അവർക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടോ? പ്രോപ്പറായിട്ടൊരു മൈൻഡ് സെറ്റ് ഉണ്ടോ? അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ലൈഫിൽ എന്തെങ്കിലും ഫ്രീ ആയിട്ട് മാത്രം എക്സ്പെക്ട് ചെയ്ത് നടക്കുന്ന ഒരാളാണോ? എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് റിട്ടേൺസ് പ്രതീക്ഷിക്കുന്ന ഒരാളാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആളുകളെ തരം തിരിച്ചതിന് ശേഷം മാത്രം ക്വാളിറ്റി പീപ്പിൾസിനെ മാത്രം ചൂസ് ചെയ്തെടുക്കുക. ഇത് മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് വർക്കിംഗ് മെത്തേഡാണ്. നിങ്ങൾ എല്ലാവരെയും ക്ലോസ് ചെയ്യാൻ പോകേണ്ട. നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് ഒരു അവരുടെ മുമ്പിലും ഒരു ഡോമിനൻസ് ആൻഡ് വാല്യൂ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആവും നിങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കുമ്പോൾ. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലിൽ 8ാമതായിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഹാവ് സ്റ്റാർട്ടഡ് എ ബിസിനസ്, സോ ബി സീരിയസ് അബൌട്ട് ദിസ്. അതായത് മനസ്സിലാക്കുക, നിങ്ങൾ ഒരു ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇത് പെട്ടെന്ന് നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ ഒരുപാട് സാക്രിഫൈസ് വേണ്ടി വരും ഇവിടെ. അതായത് നിങ്ങൾ ഇത്രയും നാൾ ചിലപ്പോൾ ഇൻസ്റ്റയിൽ നല്ല രീതിയിലുള്ള നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ അടിപൊളി പിക്കുകളും ഒരു നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളുമായിട്ട് ഇട്ടുകൊണ്ട് ഇരുന്നത്. ഓക്കെ, ബട്ട് ഈ ഒരു സമയം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതെല്ലാം സാക്രിഫൈസ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആളുകളുടെ കളിയാക്കൽ കേൾക്കേണ്ടി വരും. പലതരത്തിലുള്ള നിങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കളിയാക്കൽ കേൾക്കേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സാക്രിഫൈസ് ഇല്ലാതെ സക്സസ് ഇല്ല. ആ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഒന്നും അങ്ങോട്ട് കൊടുക്കാതെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മൾ എത്ര അങ്ങോട്ട് കൊടുക്കുന്നോ അതനുസരിച്ചാണ് നമുക്ക് തിരിച്ചും കിട്ടുന്നത്. സോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ബിസിനസ്സാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെയിൽസ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഒരു മോസ്റ്റ് ഹൈ ഡിമാൻഡിങ് സ്കില്ലാണ് നിങ്ങൾ പഠിക്കുന്നത്. സോ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്തിരിക്കുക ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ 1 month ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഞാനിപ്പോൾ കുറച്ച് സ്റ്റെപ്പുകൾ പറഞ്ഞു. പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ പറഞ്ഞു, പ്രസൻറ്റേഷൻ ഡെവലപ്മെൻറ്റ് പറഞ്ഞു, ക്വാളിറ്റി ലീഡ്സിനെ എങ്ങനെ ഫിൽട്ടർ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു 1 month നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ബിഗിനർ ആയിക്കോട്ടെ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ ഒരാളായിക്കോട്ടെ ആരാണെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് കുറവാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്.
100% ഷുവർ ആണ്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെക്കാട്ടി കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ സ്റ്റേ മോട്ടിവേറ്റഡ്. ഇറ്റ്സ് മീ അഭിമന്യു സൈനിങ് ഓഫ്.